അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് നമ്മളെ മരിച്ച ഉടനെ തന്നെ നമ്മളെ മയ്യത്തിന് കണ്ണ് തിരുമ്മി അടയ്ക്കണം, താട വലിച്ച് താടയിൽ കൂടി തുണിയെടുത്ത് തലയിൽ കെട്ടണം, അതുപോലെ കൈകാലുകളുടെ സന്ധികളെല്ലാം മയപ്പെടുത്തണം എന്ന് പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മയ്യത്ത് മരിക്കാൻ നേരത്തിട്ട എല്ലാ വസ്തുക്കളും, ശരീരത്തിലുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം അഴിച്ചു മാറ്റണം. കാരണം അതില് മരിക്കാൻ നേരത്തെ നജസ് ഉണ്ടായേക്കാം. അപ്പൊ അതുകൊണ്ട് മാറ്റുന്നത് ഏറ്റവും നല്ലതാണ്, നിർബന്ധമാണ്. അതുപോലെ തന്നെ അതിനുശേഷം പിന്നെ പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്, പലവരും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഔറത്ത് കാണുന്നത് മറ്റുള്ളവർ കാണുന്നത് ഇഷ്ടമല്ലല്ലോ. അതുപോലെ തന്നെ കേട്ടോ, മരിച്ചു കഴിഞ്ഞാലും അവരോട് കുറച്ച് അദബ് നമ്മൾ കീപ്പ് ചെയ്യണം. കാരണം പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, മരിച്ച ആളല്ലേ എന്നോർത്തിട്ട് തുണി മറയില്ലാതെ വലിച്ചു മാറ്റുന്നതൊക്കെ കാണാം. പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മളെ വേണ്ടപ്പെട്ടവരാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ ഔറത്ത് കാണുന്നതൊന്നും നമുക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെയാണ് കേട്ടോ, ഒരു മറയോട് കൂടി വേണം ഇതൊക്കെ മാറ്റാനും ചെയ്യാനും ഒക്കെ. അപ്പൊ ശരീരത്തിലുള്ള ഡ്രസ്സ്, മരിക്കാൻ നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സ് എല്ലാം തന്നെ ഊരി മാറ്റണം. ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ആഭരണങ്ങളെല്ലാം തന്നെ മാറ്റണം കേട്ടോ. അതിനുശേഷം കൈ, ഓരോ ദേശത്തും ഓരോ രീതിയിലാണ് കൈ കെട്ടേണ്ടത്. കൈ ഒന്നില്ലെങ്കിൽ നേരെ ശരീരത്തോട് ചേർത്ത് നമ്മൾ കൈ വെക്കാം, അതല്ലെങ്കിൽ കൈയെ നെഞ്ചില് നമ്മൾ നമസ്കാരത്തിൽ കൈ കെട്ടൂലേ അതുപോലെ കെട്ടിക്കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കൈ നിവർത്തി വെക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു പോയിട്ടോ, അലക്സാണ്ടർ ചക്രവർത്തി ഉണ്ടല്ലോ, നമുക്ക് എല്ലാം അറിയാം, ലോകം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ചക്രവർത്തിയാണ്, രാജാക്കന്മാരുടെ രാജാവാണല്ലേ. അദ്ദേഹം വഫാത്താവുന്ന നേരത്ത് വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഭൗതിക ശരീരം മറവ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോഴേ എൻ്റെ കൈ രണ്ടും പുറത്തേക്ക് വെളിയിലേക്ക് ഇടണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിട്ടോ. ലോകം അറിയട്ടെ, ഈ ലോകം മൊത്തം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി എന്ന ഞാൻ പോകുമ്പോൾ കയ്യിൽ ഒന്നും തന്നെ ഇല്ലാണ്ട് കാലിയായിട്ടുള്ള കൈയോടുകൂടിയാണ് ഈ ലോകത്ത് നിന്ന് പോകുന്നത്. അത് അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുക്കണ ഒരു മെസ്സേജ് ആയിരുന്നു കേട്ടോ. ഈ ലോകത്ത് നമുക്ക് വെട്ടിപ്പിടിക്കാം, എന്തൊക്കെ ചെയ്താലും നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂട്ടിന് നമ്മൾ ചെയ്ത പ്രവൃത്തികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ മാക്സിമം നമ്മൾ കൊണ്ടുപോകാൻ നോക്കേണ്ടത് നല്ല പ്രവൃത്തികളാണ്. തിന്മ ചെയ്ത തിന്മയും നന്മ ചെയ്ത നന്മയും മാത്രമേ നമ്മുടെ കബറിൽ കൂട്ടായിട്ടുണ്ടാവുള്ളൂ. അത് ഈ സംഭവം പറഞ്ഞത് തന്നെ അങ്ങനെ ഒരു മെസ്സേജിന് വേണ്ടിയിട്ടാട്ടോ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അസ്സലാമു അലൈക്കും.